ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പെണ്ണുങ്ങളിൽ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് പണിയുള്ളൊരു കാര്യമാണ് അല്ലേ. പക്ഷെ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിലോ, അതേപോലെ തന്നെ അടുക്കള പണിയൊക്കെ ഒരുപാട് ഭാരമായിട്ട് തോന്നുന്നവരൊക്കെ ഉണ്ട് വെച്ചാൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. നല്ല അടിപൊളി ഒരുപാട് ടിപ്സുകളൊക്കെ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കാലത്ത് ഒരു 7-7:30 ആയിട്ടോ. അപ്പോൾ ഇന്ന് സ്കൂളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്ന് കാലത്ത് എണീക്കാനൊക്കെ വൈകിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ആദ്യം ഒന്ന് കർട്ടനൊക്കെ ഒന്ന് തുറന്നിട്ടാൽ മാത്രമേ നമ്മുടെ വീട്ടിൽ നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് അടുക്കളയിൽ ഇതുപോലെ കർട്ടനാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ വെക്കണം എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റൗവിൻ്റെ അടുത്ത് കർട്ടൻ വരുന്നത് മുമ്പ് പെട്ടെന്ന് അതിൽ തീ പിടിക്കാനൊക്കെ ഒരു ചാൻസ് ഉള്ളതുകൊണ്ട് ഇതുപോലത്തെ കർട്ടനാണ് സാധാരണ എല്ലാവരും യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ വേണമെന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു കർട്ടൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് പിന്നാലേക്ക് ഒന്ന് പോയി നോക്കാമെന്ന് വെച്ചു. അപ്പോൾ മഴയൊക്കെ തോർന്നിട്ട് ഇതാ പിന്നാലെ ഒക്കെ വെള്ളമൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മണവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. അപ്പോൾ മഴയൊക്കെ മാറി നിൽക്കുന്നുണ്ട്, ചെറിയൊരു വെയിലുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 11 മണിയൊക്കെ ആയി. അപ്പോൾ ഇന്ന് എന്തായാലും സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ടിന്ന് ബിരിയാണി വെക്കാമെന്ന് വെച്ചു. അപ്പോൾ ഒരുപാട് ഉള്ളിയൊക്കെ നമുക്ക് മുറിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഇതുപോലെ ടിഷ്യൂവിൽ നമ്മൾ വെള്ളമാക്കിയിട്ട് ഫ്രണ്ടിൽ വെക്കുകയെന്ന് വെച്ചാൽ നമുക്ക് കണ്ണെരിയണതേ ഇല്ല കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുള്ളതാണ്, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ അധികം ചിലവൊന്നും ഇല്ലല്ലോ, എല്ലാവരുടെ വീട്ടിലും ടിഷ്യൂ ഉണ്ടാവില്ലേ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഒട്ടും തന്നെ കണ്ണേരിയ പ്രശ്നങ്ങളോ അങ്ങനെ ഒന്നും വരുന്നില്ല കേട്ടോ. പിന്നെ അടുത്തൊരു ടിപ്പാണ്, നമ്മൾ ചോറ് വയ്ക്കുന്ന സമയത്ത് എപ്പോഴും വിസിൽ നമുക്ക് ഒരുപാട് പുറത്തേക്കൊക്കെ പോയിട്ട് നമുക്ക് ഇവിടെ ഗ്യാസ് സ്റ്റൗവൊക്കെ വൃത്തികേടാവാറുണ്ട് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു സ്പൂൺ എടുത്ത് വെച്ചിട്ട് നമ്മളിതുപോലെ കുക്കറിൽ അരി ഇടുകയാണ് വെച്ചാൽ നമ്മൾ വിസിൽ വരും. പക്ഷെ നമുക്കത് പൊന്തി ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ ഒരുപാട് പോവില്ല കേട്ടോ. ഏകദേശം ഈ ഒരു അളവിന് മാത്രമേ എത്തുള്ളൂ, താഴോട്ട് വരില്ല. അതാകുമ്പോഴേക്കും തന്നെ അതിങ്ങനെ ആയിക്കോളും കേട്ടോ. അപ്പോൾ അത് അടിപൊളി ടിപ്സാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുക്കറിൽ എന്ത് വെക്കുകയാണെങ്കിലും ഇതുപോലെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ അടുത്തതായിട്ട് ഏകദേശം രാത്രി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ രാത്രിയിൽ കുറേ ചെയ്യുന്ന കുറേ ടിപ്സുകളാണ് ഞാനിവിടെ പറയാമെന്ന് വെച്ചത്. അപ്പോൾ രാത്രി എപ്പോഴും നമ്മൾ ഇതെല്ലാം ക്ലീൻ ആക്കി വെക്കണം കേട്ടോ. കാരണം ഇതൊക്കെ വെക്കണം, നമ്മൾ ഭക്ഷണത്തിൻ്റെ വേസ്റ്റൊക്കെ അത്യാവശ്യം ഇതിൽ ഉണ്ടാവുമ്പോൾ നമുക്ക് അതിൽ അണുക്കളൊക്കെ ഇൻഫെക്ഷനും അസുഖങ്ങളൊക്കെ വരാനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതേപോലെ ഇതിലിട്ടും സോപ്പൊന്നും ബാക്കി രാത്രി വെക്കാൻ പാടില്ല. ഇതുപോലെ ക്ലീൻ ചെയ്തിട്ട് തന്നെ നമ്മൾ ഇങ്ങനെ കമത്തിയിട്ട് തന്നെ വെക്കണം കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഇതെല്ലാം അങ്ങനെ വെക്കുക. പിന്നെ വേണമെങ്കിൽ നമുക്കിതുപോലെ ഹാങ് ചെയ്ത് വെക്കുകയാണ് വെച്ചാൽ കുറച്ചുകൂടെ നന്നായിട്ട് വെള്ളമൊക്കെ പോകും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ സ്റ്റൗവും ബർണറൊക്കെ ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയുള്ളൊരു കാര്യമാണല്ലേ എല്ലാവർക്കും. പക്ഷെ നമ്മളെപ്പോഴും രാത്രി കിടക്കാൻ പോകുമ്പോഴാണെങ്കിലും എപ്പോഴും നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമുക്കതൊരു ഭാരമായി തോന്നില്ല. അതുപോലെ രാവിലെ എണീച്ച് വരുമ്പോഴും നല്ല ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും നമ്മുടെ അടുക്കളയൊക്കെ കാണുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യണത് കൊണ്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളൊന്നും വരാതെ എങ്ങനെ പോകും. പക്ഷെ നമ്മുടെ ബർണർ ക്ലീൻ ചെയ്യുകയാണ് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ. അത് പലരും ചെയ്യാൻ മടിയുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പം നമ്മൾ മാസത്തിൽ അല്ലെങ്കിൽ 2 ആഴ്ചയിൽ ഒരിക്കലും ഇതുപോലെ ഒന്ന് എന്തായാലും മസ്റ്റായിട്ട് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഒരുപാട് പണിയൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിത് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനത് ലിക്വിഡ് മുക്കിയിട്ടാണ് ചെയ്തത്, എന്താണ് ഞാൻ കാണിച്ചത് കേട്ടോ. അപ്പോൾ ഇതേപോലെ കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. അപ്പോൾ പുളിയാണ് ഇതിൽ മെയിനായിട്ട് വേണ്ടത് കേട്ടോ. പിന്നെ ഒരു 1.5 സ്പൂണോളം ഉപ്പ് വേണം. പിന്നെ 1 സ്പൂണ് ഞാൻ ബേക്കിംഗ് പൗഡറാണ്, സോഡാപ്പൊടി എന്ന് പറയില്ല, അതാണ്. പിന്നെ വിനീഗറാണ്, നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വിനീഗറാണ്. അതും കൂടി ഒരു 4-5 സ്പൂണൊന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്കൊരല്പം വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നമുക്കിത് ഞാൻ രാത്രിയാണ് ഇട്ട് വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ രാത്രി നമുക്കിതുപോലെ ഫുള്ളായി കിടന്നോട്ടെ. അപ്പോൾ അതിൻ്റെ മേലോട്ട് നന്നായിട്ട് ഈ പുളിയൊക്കെ നന്നായി തേച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റൗ എപ്പോഴും നല്ല ബ്ലൂ കളറിൽ കത്തുമ്പോൾ മാത്രമാണ് നമുക്ക് ഗ്യാസ് നമ്മൾ കൂടുതലായിട്ട് നമുക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇല്ല വെച്ച് നമ്മൾ അറിയാതെ തന്നെ ഒരുപാട് ഗ്യാസ് നമുക്ക് അതിന് നഷ്ടപ്പെടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നല്ല ബ്ലൂ കളറിൽ കത്തണം വെച്ചാൽ നമുക്ക് ഒരുപാട് ദിവസം, ഇപ്പോൾ 1 മാസം നിൽക്കണ ഇതൊക്കെയാണ് വെച്ചാൽ 1.5 മാസത്തോളം നീണ്ടു നിൽക്കും കേട്ടോ. അത്രത്തോളം നമ്മളറിയാതെ ഗ്യാസ് ഇടയിൽ കൂടെ ലീക്കായി പോകുന്നുണ്ട്. രാത്രി ചെയ്യേണ്ട വേറൊരു ടിപ്പും കൂടെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാത്രി എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം
നമ്മൾ സിങ്കിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ഡ്രൈ ക്ലീനർ കിട്ടും കേട്ടോ. അപ്പോൾ അതൊന്ന് വാങ്ങിച്ച് എല്ലാ കടയിലും കിട്ടുന്നതാണ്. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ആക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ പണിയും കഴിഞ്ഞ് ലാസ്റ്റ് നമ്മളിത് ഇട്ട് കൊടുത്തതിന് ശേഷം അപ്പോൾ നമ്മൾ പൈപ്പിൻ്റെ അടിയിലിരിക്കുന്ന വേസ്റ്റുകളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ നമ്മൾ രാത്രി വെച്ച് അതിൽ നിന്ന് കുറേ അണുക്കളൊക്കെ കയറി പുറത്തോട്ട് വരാനൊരു ചാൻസ് ഉണ്ട്. പിന്നെ അതിന് ദുർഗന്ധമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക. രാവിലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇതിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമുക്കൊന്ന് എങ്ങനെയായി നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഇതേ ഒരു ലെവലിലാണ് നമുക്ക് വരുള്ളൂ. ബാക്കിയൊക്കെ നമ്മളൊന്ന് ഉരച്ച് കൊടുത്താൽ തന്നെ നമ്മൾ വൃത്തിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഒരു സ്റ്റീലിൻ്റെ ഇത് വെച്ചിട്ട് സ്ക്രബ്ബർ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഉരച്ച് കൊടുക്കാം. അപ്പോൾ ഒരുപാട് നേരം ഉരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്കിത് ക്ലീനാക്കി കിട്ടും. ഏകദേശം കുറച്ച് സോപ്പ് ഇല്ലെങ്കിൽ ആ ഒരു പുളീൻ്റെ ഇത് ഞാൻ അതിൽ കുറച്ചും കൂടെ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ട് ഒന്നും കൂടെ ഉരച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ ഏകദേശം നല്ല ഒരു കളറ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതെന്തായാലും ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് ചിലവും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള ആ ഒരു പുളി വെച്ചിട്ട് മാത്രം മതി കേട്ടോ. പുളി ഉപ്പും സോഡാപ്പൊടിയും കിട്ടി നല്ല അടിപൊളി പുതിനായിട്ടുള്ള ഒരു ബർണർ തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിത് ക്ലീൻ ചെയ്യാമെന്നുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റൗവ് ഒരുപാട് കത്താതെ വരുന്നവരൊക്കെയാണ് വെച്ചാൽ ഇതേപോലെ വെക്കാം. അതുപോലെ നമുക്ക് ഗ്യാസ് ലീക്കേജ് വരുന്നതാണ്, പെട്ടെന്ന് നമുക്ക് ഗ്യാസൊക്കെ തീരുന്ന പ്രശ്നങ്ങളെല്ലാം ഇത് അടയുന്നത് മൂലമാണ് നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ നമുക്ക് ഗ്യാസ് നഷ്ടമാവുന്നത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് ഒരുപാട് കാലം നമുക്ക് ഗ്യാസ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇപ്പോഴൊക്കെ ഗ്യാസിനൊക്കെ നല്ല വിലയല്ലേ അല്ലേ. അപ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് ചെയ്യാൻ പറഞ്ഞാൽ ഒരുപാട് പൈസ മുടക്കൊന്നുമില്ല, ഒരുപാട് ടൈമും ചിലവാവില്ല. രാത്രി ഇട്ട് വെച്ചാൽ രാവിലെ എണീച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് കത്തുമ്പോൾ നമ്മൾ കത്തണമെന്ന് പോലും നമുക്കറിയാൻ പാടില്ല. അത്രയ്ക്കും ഒരു ബ്ലൂ കളറിൽ വേണം നമുക്കിത് കത്താൻ കേട്ടോ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഗ്യാസ് നമുക്ക് ഒരുപാട് കാലം നിൽക്കുകയുള്ളൂ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ സ്റ്റവൊക്കെ ഇതുപോലെ ഒന്ന് കത്തിച്ച് നോക്കാം. ഇതേപോലെ ബ്ലൂ കളറിൽ കത്താണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റും, കുഴപ്പമുണ്ടാവില്ല. ഏകദേശം ഒരു റെഡ് കളറിൽ ഒരു ഓറഞ്ച് കളറിലൊക്കെ വരികയാണ് വെച്ചാൽ അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അതിന് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഗ്യാസ് അതിൽ നിന്ന് നഷ്ടമാവേണ്ടതെന്നാണ് കേട്ടോ. അപ്പോൾ ഇത് പലരും ഇത് ശ്രദ്ധിക്കാറില്ല. നമ്മളിത് ബർണർ നമ്മളതിന് ശേഷം ഒന്ന് വെയിലത്തൊക്കെ വെച്ചിട്ട് വേണം നമുക്കിത് കത്തിക്കാനായിട്ട്. എല്ലാം വെച്ചാൽ അത് കത്താൻ കുറച്ച് സമയം എടുക്കും തണുത്തിരിക്കുന്നത് കൊണ്ട്. അപ്പോൾ വെയിലത്തൊക്കെ വെച്ച് നന്നായി ഡ്രൈ ആക്കിയതിന് ശേഷം ആദ്യം കുറച്ച് ഭാഗങ്ങളിൽ കത്തുള്ളൂ, പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം ചൂടാകുമ്പോൾ അത് വീണ്ടും എല്ലാവിടെയും കത്താൻ തുടങ്ങും. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ സ്റ്റൗവ് കത്തിക്കുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് മണം വന്നുകൊണ്ടിരിക്കുകയാണ് വെച്ചാൽ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നമുക്ക് ബുദ്ധിമുട്ടോ ഒരുപാട് സ്ട്രെയിൻ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. രാത്രി ഇട്ട് വെക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് കാലത്ത് വളരെ എളുപ്പത്തിൽ ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ പുളിയൊക്കെ നമ്മുടെ വീട്ടിലെല്ലായിടത്തും ഉള്ളതല്ലേ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഏകദേശം വൈകുന്നേരം ഒരു 4-5 മണിയായ സമയത്ത് ഇതാ നമ്മുടെ വിസിറ്റ് ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ വീട്ടിലോട്ട്. ഇന്നും രാവിലെയും വൈകുന്നേരം കക്ഷി ഇവിടെ എത്തും കേട്ടോ. അത് ഒരാൾ മാത്രമല്ല കേട്ടോ, കൂടെ ഇനിയുണ്ട് 2-3 ആൾക്കാരൊക്കെ. അവരൊക്കെ പിറകെ എത്തുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും അപ്പോൾ ഇവിടുത്തെ മയിലൊക്കെ ഞങ്ങളോട് ഭയങ്കര സ്നേഹമായിരിക്കും എന്നൊക്കെ അല്ലേ. പക്ഷെ അതൊന്നും അല്ല കേട്ടോ, ഞങ്ങളെ കാണാനൊന്നും അല്ല കക്ഷികൾ എത്തുന്നത്. അവരുടെ തന്നെ സൗന്ദര്യം ഡെയിലി നോക്കാതിരുന്ന അവർക്കും ഒരു സമാധാനക്കേടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആളിവിടെ എത്തുന്നത് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് നോക്കണമെന്ന് നമുക്കറിയണ്ടേ അല്ലേ. അപ്പോൾ അതാ നമ്മുടെ ആ ജനലിൽ കൂടെ നോക്കി വെച്ചാൽ അവർക്കത് കറക്റ്റായിട്ട് അവരതിൽ അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ എന്നും എത്തുന്നത് കേട്ടോ. അതും ഒരാൾക്ക് മാത്രം പോരാ, പിന്നാലെ ഇതാ 1-2 ആൾക്കാർ ഇങ്ങനെ കയറി വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. അപ്പോൾ അത് കാണാനും നല്ല രസമാണ്. അപ്പോൾ ജനലിൻ്റെ ഇപ്പുറത്തേക്കണ കാരണം നമ്മളെ കാണാറില്ല കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇവിടെ ഒരാൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. കണ്ണാടിയൊക്കെ നോക്കി അവിടെ സൗന്ദര്യമൊക്കെ ഒന്ന് ആസ്വദിച്ചതിന് ശേഷം ആണ് ഇവർ വൈകുന്നേരം ഇതേപോലെ രാവിലെയൊക്കെ ഒന്ന് വന്നൊക്കെ നോക്കാറൊക്കെ ഉണ്ട് കേട്ടോ. ഇന്നത്തെ ടിപ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ഇതുപോലെ ഒരുപാട് ടിപ്സുകൾ ഞാൻ എൻ്റെ ചാനലിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.